ബംഗ്ലാദേശികളെ കൊണ്ട് കോടീശ്വരന്മായവർ ഇന്ത്യയിൽ ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടുമോ? ഞെട്ടേണ്ടി വരും. കാരണം ഓരോ ബംഗ്ലാദേശിയെയും ഇന്ത്യൻ പൗരനാക്കാൻ വേണ്ടി 7,000 രൂപ മുതൽ 20,000 രൂപ വരെ ഒരാളിൽ നിന്ന് വാങ്ങിച്ച ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ബംഗാളിന്റെ അതിർത്തിയിൽ താമസിക്കുന്നവരാണ്. എന്നാൽ ഇവർ ഒരാളിൽ നിന്ന് ഇത്രയും രൂപ ഈടാക്കുമ്പോൾ ഇവർ എത്രയോ പേരെയാണ് ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യയിൽ താമസിക്കാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ ഡോക്യുമെന്റേഷൻ നടത്തി അവരെ ഇന്ത്യൻ പൗരന്മാരാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും പേരിൽ നിന്ന് ഇത്രയും 7,000-നും 20,000-നും ഇടയ്ക്കുള്ള തുക ഇവർ വാങ്ങിക്കുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് ഊഹിക്കാം ഇവർ എത്രമാത്രം കാശ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന്. ഇന്ത്യയെ ചതിച്ച് ഇന്ത്യയുടെ ചാരന്മാരെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ചാരന്മാരായി നിന്ന് എത്രത്തോളം തുക ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യം ബംഗ്ലാദേശികളെ പുറത്താക്കുന്നതിനു പകരം ഇങ്ങനെ ബംഗ്ലാദേശികളെ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരായി നിൽക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെയാണ് അടിച്ചു പുറത്താക്കേണ്ടത്. പശ്ചിമ ബംഗാളിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്ന കർശനമായ നടപടികൾക്കിടെ തങ്ങൾ ഇന്ത്യയിലേക്ക് എങ്ങനെ അനധികൃതമായി കടന്നു എന്നതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ബംഗ്ലാദേശ് പൗരന്മാർ. ഇടനിലക്കാരുടെ സഹായത്തോടെ അതിർത്തി കടന്നതും വ്യാജരേഖകൾ നിർമ്മിച്ചതും സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതും അടക്കമുള്ള കാര്യങ്ങൾ ഇവർ തന്നെ തുറന്നു പറയുന്നു. പശ്ചിമ ബംഗാൾ അതിർത്തിയിൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതോടെയാണ് പലരും ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നത്. ഇതിനിടയിലാണ് ഏജന്റുമാർ മുഖേന അതിർത്തി കടന്നതിനെക്കുറിച്ചും വ്യാജരേഖകൾ സംഘടിപ്പിച്ചതിനെ കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. BSF പട്രോളിംഗിൽ വിടവുകൾ കണ്ടെത്തി രാത്രിയുടെ മറവിൽ ഇടനിലക്കാരുടെ സഹായത്തോടെയാണ് പലരും അതിർത്തി കടക്കുന്നത്. ഒരാളിൽ നിന്ന് 7,000 മുതൽ 20,000 രൂപ വരെയാണ് ഇവർ ഈടാക്കുക. ഇന്ത്യയിലെത്തിയ ശേഷം ഇടനിലക്കാരുടെ സഹായത്തോടെ വോട്ടർ ID, റേഷൻ കാർഡ് ഒക്കെ സംഘടിപ്പിക്കുന്നതായി ഇവർ പറയുന്നു. ഒരു യുവർ ആധാർ കാർഡ് ലഭിക്കാൻ 2,000 മുതൽ 3,000 രൂപ വരെ ചിലവഴിക്കേണ്ടി വരും. പശ്ചിമ ബംഗാളിൽ വിവിധ സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം കൈപ്പറ്റിയതായും തങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും പലരും സമ്മതിക്കുന്നു. ലക്ഷ്മി ഭണ്ഡാർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പലരും വർഷങ്ങളായി കൈപ്പറ്റി വരുന്നവരാണ്. പലരും വർഷങ്ങളായി ഇന്ത്യയിൽ മരപ്പണി, കെട്ടിട നിർമ്മാണം, വീട്ടുജോലി എന്നിവ ചെയ്താണ് ജീവിച്ചു പോകുന്നത്. എന്നാൽ നിലവിലെ പരിശോധനകൾ ഭയന്നാണ് ഇപ്പോൾ പലരും തിരികെ മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. പശ്ചിമ ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് BJP ഇത്രമാത്രം ജാഗ്രത പുലർത്തുന്നു എന്ന കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അമിത്ഷാ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നുഴഞ്ഞുകയറ്റക്കാരെയും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളവരെ കയ്യിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കും, അവരെ ഈ നാട് തന്നെ കടത്തും എന്നുള്ളത് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ്. അതിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിച്ച് ഇനി ഒരാളും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരാതിരിക്കാനുള്ള മാക്സിമം ശ്രമങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തുന്നത്. പക്ഷേ അതിനു മുൻപേ രാജ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം ബംഗ്ലാദേശികളെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് കാര്യമില്ല. അത്തരത്തിൽ നുഴഞ്ഞു കയറി വരുന്നവരെ ഇവിടെ തുടരാൻ അനുവദിക്കുന്ന ഇന്ത്യക്കാരെയാണ് കണ്ടെത്തേണ്ടത്. അത്തരക്കാരെയാണ് അഴിക്കുള്ളിലാക്കേണ്ടത്. അതിനാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആർജവം കാണിക്കേണ്ടത്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹം ചില്ലറക്കാരനല്ല. അമിത്ഷായ്ക്കറിയാം എങ്ങനെയാണ് രാജ്യത്തെ ശുദ്ധീകരണം നടത്തേണ്ടത് എന്ന്. അതിന്റെ പാതയിൽ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആരാണ് ഒരു നുഴഞ്ഞുകയറ്റക്കാരന് ഇന്ത്യയിൽ തുടരാൻ അവസരം കൊടുക്കുന്നത്, അവരെ വച്ചേക്കില്ല എന്ന കാര്യത്തിൽ, വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.